ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്ന ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നതായിരിക്കും. ചാപ്റ്ററിന്റെ പേര് മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിയലം എന്നാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിയലം. Observe the images. Aren't these objects familiar to you? Write down what they are. ഈ ഒബ്ജക്ട്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയതുണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടോ, എന്തൊക്കെയാണ് ഇതെന്നാണ് ആദ്യം അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണിത്? പെൻസിൽ ബോക്സ് ഉണ്ട്, പിന്നെ ഇത് പേഴ്സ് ആണ്, ഇതെന്താണ്? മൊബൈലിന്റെ ഫ്ലിപ്പ് കവർ ആണ്. When these things are closed, why do they stick together so easily? Haven't you noticed this? What could be the reason for this? What will happen if you bring a pin near the closing parts of these objects? Can you guess why they stick together so easily? Discuss. അപ്പം നമുക്കിതിൽ ഈ പേഴ്സ് അടയുന്നത് കണ്ടില്ലേ, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞ് ഇത് അടയും. ഫ്ലിപ്പും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് അത് ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കില്ല, അടഞ്ഞു നിൽക്കും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, when these things are closed, why do they stick together so easily? ഇതാണ് നമ്മളോട് അവർ ചോദിച്ച ചോദ്യം. ഇതിനുള്ള ആൻസർ, magnets are used as locks in pencil box, purse, flip cover of mobile phone, etc. Here a small magnet is used on one side and a small piece of iron is used on the other side. When they come closer, they stick together. കണ്ടല്ലോ, ഒരു സൈഡിൽ ഒരു ചെറിയ മാഗ്നറ്റും മറ്റേ സൈഡിൽ ഒരു അയൺ പീസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് രണ്ടും കൂടി ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് ഒട്ടി അങ്ങ് നിൽക്കും, സ്റ്റിക്കായി നിന്നോളും. ഓക്കെ, അടുത്തത്, there may be a magnet in your house too. Do you have magnets in your science kit? Where did you collect them from? Take a magnet from the science kit, attach a steel gem clip to it. Does the clip fall if you release your hand? Add another clip to it. Let's see how many clips can be hung like this. ഇതുപോലെയാണ് കേട്ടോ, ഇങ്ങനെ ഹങ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓരോ ക്ലിപ്പ്, ജെം ക്ലിപ്പ് താഴേക്ക് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം ഒരു മാഗ്നറ്റ്, ജെം ക്ലിപ്സ്, ഇതുപോലെയുള്ള ക്ലിപ്സ്, പിന്നെ നെയിലെല്ലാം ആവശ്യമാണ്. ഫസ്റ്റ് ടേക്ക് ദ ജെം ക്ലിപ്സ് ആൻഡ് ദ മാഗ്നറ്റ്. ജെം ക്ലിപ്സും മാഗ്നറ്റും എടുക്കുക. then arrange them one below the other. ഒന്നിന് അടിയിലായിട്ട് അടുത്തത് അറേഞ്ച് ചെയ്യുക. ട്രൈ ടു മേക്ക് ഒരു ചെയിൻ പോലെ അറേഞ്ച് ചെയ്യുക. Okay, don't we usually have different kinds of beads in a chain? Similarly here, what if you use gem clips of different colors, pins, nails, etc. നമുക്കിതിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തതിന് പകരം നിങ്ങൾക്ക് പിന്ന് യൂസ് ചെയ്ത് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ഇനി മാജിക് വിത്ത് എ മാഗ്നറ്റ്. ഷോൾ വി പെർഫോം എ മാജിക് ഇൻ ക്ലാസ്? ഇതും ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ്. നമ്മൾ പേപ്പർ വിത്ത് എ പിക്ചർ ഓഫ് ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചറുള്ള ഒരു പേപ്പർ പീസ്, സേഫ്റ്റി പിന്ന്, മാഗ്നറ്റ്, ചാർട്ട് പേപ്പർ എടുത്തിട്ട് ചെയ്യേണ്ടതാണിത്. അതിൽ അവർ cut out the picture of a butterfly, attach a safety pin to the back of the picture so that it remains hidden. Place it on the chart paper. Try moving a magnet below the chart paper. Doesn't the butterfly move as you move the magnet? നമ്മൾ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു സേഫ്റ്റി പിൻ വെച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു മാഗ്നറ്റ് നമ്മൾ അതിലൂടെ, ആ സേഫ്റ്റി പിന്നിലൂടെ മൂവ് ചെയ്യുമ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കുന്നത് പോലെ ഒരു ഇത് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ അത് മാഗ്നറ്റും സേഫ്റ്റി പിന്നും അട്രാക്ട് ചെയ്യണത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്തൊരു എക്സ്പെരിമെൻറ്റ്, പെയിൻറ്റിങ് യൂസിങ് എ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു പേപ്പർ പ്ലേറ്റും ഒരു അക്രിലിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക് പെയിൻറ്റ്, പിന്നെ സ്മോൾ മെറ്റൽ ബോൾസ്, ഇത് മാഗ്നറ്റും. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 എക്സ്പെരിമെൻറ്റും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ കിട്ടുക. അടുത്തത്, ഒബ്ജക്ട്സ് അട്രാക്റ്റഡ് ആൻഡ് നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കാന്തമാണ് കേട്ടോ. മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളും ഉണ്ട്, അട്രാക്ട് ചെയ്യാത്ത ഒബ്ജക്ട്സും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Attracted by magnet, iron fillings, nail, safety pins, compass, stapler pins, hinges, gem clip. Not attracted ആണെങ്കിലോ paper, wood, clothes, rubber, plastic, glass, gold.
അപ്പം നമുക്ക് അടുത്തത് വരുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് അവർ പറയുന്നുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. എന്താ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പറഞ്ഞാൽ, നമ്മളൊരു മാഗ്നറ്റ് എടുത്തിട്ട് ആ മാഗ്നറ്റിനോട് അട്രാക്റ്റ് ആയിട്ട് വരുന്ന, ആകർഷിച്ച് വരുന്ന എല്ലാം മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിരിക്കും. അയൺ, നിക്കൽ, കൊബാൾട്ട് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇനി നോൺ മാഗ്നറ്റിക് ആണെങ്കിലോ, non-magnetic substances are those which are not attracted by a magnet. ഒരു മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാതെ നിൽക്കുന്നതെല്ലാം എന്തായിരിക്കും, നോൺ മാഗ്നറ്റ് ആണ്. ഇപ്പം നമ്മളൊരു മാഗ്നറ്റും ഒരു പേപ്പറും അടുത്തടുത്ത് കൊണ്ടുവന്നാൽ അത് തമ്മിൽ എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. അടുത്ത് പേപ്പർ മാഗ്നറ്റിൻ്റെ അടുത്തോട്ട് വരില്ല, അതുപോലെ മാഗ്നറ്റ് പേപ്പറിലേക്ക് പോവില്ല, അട്രാക്ട് ചെയ്യില്ല. പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് ഒന്നും അട്രാക്ട് ചെയ്യില്ല. സോ അതെല്ലാം നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ്. ഇനി നമുക്ക് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് നോൺ മാഗ്നറ്റിക്കും എഴുതാൻ. നമ്മൾ നേരത്തെ ചെയ്ത ബോക്സിൽ അതേ ആൻസർ തന്നെ നമുക്ക് ഇതിലും എടുത്ത് എഴുതാവുന്നതാണ്. ഇവിടെ അവർ നെയിൽ തന്നിട്ടുണ്ട്, നമുക്ക് സേഫ്റ്റി പിൻസ് എഴുതി കൊടുക്കാം. ദെൻ നോൺ മാഗ്നറ്റിക്കിൽ ക്ലോത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കോ പേപ്പറോ എന്ത് വേണമെങ്കിലും അതിൽ എഴുതാം കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് അറ്റ് ദ പോൾസ്. എന്താ പോൾസ് എന്ന് പറഞ്ഞാൽ ഈ അറ്റത്തിനെയാണ് കേട്ടോ, രണ്ട് ധ്രുവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പോൾസ് എന്ന് പറയുക. ഒരു മാഗ്നറ്റിക് പീസിന്റെ രണ്ട് അറ്റങ്ങൾ, ഒരു സൗത്ത് പോളും ഉണ്ടാവും, ഒരു നോർത്ത് പോളും ഉണ്ടാവും. ബ്രിങ് ദ ടിപ്പ് ഓഫ് എ മാഗ്നറ്റ് നിയർ സം പിൻസ്, ദെൻ ബ്രിങ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് നിയർ ദ പിൻസ്. അതായത് മാഗ്നറ്റിൻ്റെ ടിപ്പ് ആദ്യം പിന്നിൻ്റെ അടുത്ത് കൊണ്ടുവരാനും മാഗ്നറ്റിൻ്റെ സെൻറ്റർ പോർഷൻ പിന്നിൻ്റെ അടുത്ത് കൊണ്ടുവരാനും ആണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് അട്രാക്ട് മോർ പിൻസ്, അതിൽ ഏത് പാർട്ടാണ് പിന്നിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യാന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നറിയോ, ഇത് ഇവിടെയാണ് ഇതിൻ്റെ ആൻസർ വരിക. അതായത് യൂഷ്വലി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ മാഗ്നറ്റ് ഈസ് സ്ട്രോങ്ങർ അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു മാഗ്നറ്റിൻ്റെ ഇതുപോലൊരു പീസ് തന്നു കഴിഞ്ഞാൽ ഇതിൽ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക അതിന് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ പോൾസ്. നോർത്ത് സൗത്ത് പറഞ്ഞാൽ രണ്ട് പോൾസ് ഉണ്ടാവും. ഈ രണ്ട് പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പവർ ഉണ്ടാവുക, സ്ട്രോങ്ങർ എൻഡുകളായിരിക്കും. ആൻഡ് ദീസ് എൻഡ്സ് വിൽ വിത്ത് സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർ കാൾഡ് മാഗ്നറ്റിക് പോൾസ്. അപ്പോൾ ഈ മാഗ്നറ്റിക് പോൾ എന്ന് പറയുന്നത് ഈ രണ്ട് അറ്റങ്ങളെയാണ്. എല്ലാ മാഗ്നറ്റിനും രണ്ട് പോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അവിടെ തന്നെ കിട്ടുകയാണ്. സേഫ്റ്റി പിന്നിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. വിച്ച് പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് അട്രാക്ട്സ് മോർ പിൻസ് ചോദിച്ചാൽ പോൾസ് തന്നെയാണ് വരിക കേട്ടോ, പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഡസ് എ മാഗ്നറ്റ് എക്സേർട്ട് ഫോഴ്സ്, മാഗ്നറ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യോ എന്നാണ് ചോദ്യം. അതിനുള്ള ആൻസറാണ് അടുത്ത ബോക്സിൽ അവർ തന്നിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം അതിന് മുമ്പ് എന്താ പറയണമെന്ന്. പ്ലേസ് എ മാഗ്നറ്റ് ഓൺ എ ടേബിൾ, ടേബിളിൻ്റെ പുറത്തൊരു മാഗ്നറ്റ് വെക്കുക. കീപ്പ് എ പിൻ ലിറ്റിൽ എവേ ഫ്രം ദ ടിപ്പ് ഓഫ് ദ മാഗ്നറ്റ്, മാഗ്നറ്റിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ട് ഒരു പിന്ന് വെക്കുക. സ്ലോലി മൂവ് ദ പിൻ ക്ലോസർ ടു ദ മാഗ്നറ്റ്, പതുക്കെ ആ പിന്നിനെ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വാട്ട് ഹാപ്പൻസ് ടു ദ പിൻ വെൻ ഇറ്റ് കംസ് ക്ലോസർ ടു ദ മാഗ്നറ്റ്, എന്ത് സംഭവിക്കും പിന്നിന് മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്നാണ് ചോദ്യം. ഡിഡ് ദിസ് ഹാപ്പൻ ഡ്യൂ ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മാഗ്നറ്റ്, അപ്പോൾ അവിടെ എന്തോന്ന് സംഭവിക്കുന്നുണ്ട്, അത് ആ ഒരു മാഗ്നറ്റ് പുറത്തുവിടുന്ന ഫോഴ്സ് കാരണമാണോ എന്നാണ് ചോദ്യം. അതിൻ്റെ റീസൺ അത് തന്നെയാണ്. കാരണം ഒരു മാഗ്നറ്റിന് അതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, കറണ്ട് കടന്നു പോകുന്ന എല്ലാ വസ്തുക്കൾക്കും ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ ഒരു മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കാന്തിക വലയം എന്നും നമ്മളതിനെ പറയും. The force exerted by a magnet is called magnetic force. അപ്പോൾ ഒരു മാഗ്നറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുക. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വെർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ പവർ, ഒരു മാഗ്നറ്റിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം ആ മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ഏരിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റുമോ ചോദിച്ചാൽ കാണാൻ പറ്റില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവിസിബിൾ, കാണാനൊന്നും പറ്റില്ല, പക്ഷെ ഫോഴ്സ് അതിൻ്റെ ചുറ്റുമുണ്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് റെക്റ്റാങ്കുലർ ഗ്ലാസ് ഷീറ്റ്, മാഗ്നറ്റ്, അയൺ ഫില്ലിങ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട്
സോറി, ഈ ചിത്രമല്ല, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. റെക്ടാങ്കുലർ ഗ്ലാസ് ഷീറ്റ് ബിറ്റ്വീൻ ദ ബുക്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ബുക്കുകൾക്ക് ഇടയ്ക്ക് എന്ത് വെക്കുക? ഈ റെക്ടാങ്കുലർ ഗ്ലാസ് ഷീറ്റ് വെക്കുക. എന്നിട്ട് പ്ലേസ് എ ബാർ മാഗ്നറ്റ് അണ്ടർ ദ ഗ്ലാസ് ഷീറ്റ്. ഈ ഒരു ഗ്ലാസിൻ്റെ താഴെ ഒരു കാന്തം വെച്ചിട്ടുണ്ട്, ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുറത്ത് ഈ ഗ്ലാസിൻ്റെ മേലെ എന്തിട്ട് കൊടുക്കണു? നമ്മൾ കുറച്ച് ഇരുമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് അല്ലേ. ഈ ഇരുമ്പ് അയൺ ഫില്ലിങ്സ് എന്ത് അട്രാക്ട് ചെയ്യും? ഈ മാഗ്നറ്റിക് പവർ ഉള്ള ഒരു വസ്തുവാണ് അയൺ ഫില്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഈ ഇരുമ്പിൻ്റെ പൊടി. സോ അത് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് മേക്കിംഗ് എ മാഗ്നറ്റ് എന്നാണ്. അടുത്ത നമുക്ക് ഫർദർ റീഡിങ്ങിന് തന്നിരിക്കുന്നത് നോക്കാം, എങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റ് എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്? മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. An alloy called alnico, a mixture of aluminium, nickel, cobalt is commonly used for this purpose. അപ്പോൾ നമ്മൾ മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റ് അല്ല ഉണ്ടായിരിക്കുക, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു അലോയ് ഉണ്ടാക്കുക. ഓക്കെ, അലോയ് ഉപയോഗിച്ചിട്ടാണ്, ഈ പറയുന്ന അൽനിക്കോ എന്ന് പറയുന്ന അലോയ് ഉപയോഗിച്ചിട്ടാണ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. മെനി അതർ മെറ്റീരിയൽസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് മാഗ്നറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് മെയ്ഡ് ഓഫ് സമേറിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ ആൻഡ് നിയോഡെമിയം ഓൾസോ എക്സിസ്റ്റ്. എമംഗ് ദീസ് നിയോഡെമിയം മാഗ്നറ്റ്സ് ആർ ദ സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഏത് മാഗ്നറ്റാണെന്ന് ചോദിച്ചാൽ നിയോഡെമിയം മാഗ്നറ്റ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് സോയിലിലും മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഉണ്ട്. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇൻ സോയിലാണ്. ആർ ദർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇൻ ദ സോയിൽ ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. സ്കൂൾ ഗ്രൗണ്ടിലും ചുറ്റുപാടിലും എന്തുണ്ടോ? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഗെറ്റ് എ മാഗ്നറ്റ് ഫ്രം ദ ലൗഡ് സ്പീക്കർ ഓഫ് എൻ ഓൾഡ് മ്യൂസിക് സിസ്റ്റം. ഓൾഡ് സ്പീക്കേഴ്സ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഇൻ ഷോപ്സ് ദാറ്റ് കളക്ട് സ്ക്രാപ്പ് ഐറ്റംസ്. Do the given activity in groups. Tie the magnet wrapped with a thick paper to a rope and drag it through the soil for some time. Then check the magnet. Are there any substances stuck to the paper due to the attraction of the magnet? What is the reason for this? ഓക്കെ, അപ്പം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ പഴയ മാഗ്നറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ചോദിച്ചാൽ പഴയ ലൗഡ് സ്പീക്കറിൽ നിന്നോ പഴയ സ്പീക്കറുകളിൽ നിന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിൻ്റെ പീസസ് കിട്ടും. ആ മാഗ്നറ്റിൻ്റെ പീസ് കൊണ്ടുവന്നിട്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ സംഭവം. ഒരു പേപ്പറിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കാറുണ്ട്. മാഗ്നറ്റ് റാപ്ഡ് വിത്ത് തിക്ക് പേപ്പർ ടു എ റോപ്പ്. ഇവർ പറഞ്ഞിരിക്കുന്നത് ആ മാഗ്നറ്റിനെ ഒരു തിക്കായിട്ടുള്ള പേപ്പറിൽ പൊതിയെ കെട്ടിയിട്ട് റോപ്പൊക്കെ വെച്ചിട്ട് കെട്ടുക, എന്നിട്ട് അതിനെ സോയിലിൽ ഉരുട്ടി വിടുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്നറിയോ? മാഗ്നറ്റിൻ്റെ അംശമുള്ള, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ആ ഒരു മണ്ണിലെ കാര്യങ്ങളെല്ലാം അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ സോയിലിലെ മാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവം എല്ലാം ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, കണ്ടോ? നമുക്കപ്പോൾ ബേസ്ഡ് ഓൺ ദീസ് എക്സ്പെരിമെൻറ്റ് ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു സെപ്പറേറ്റ് അയൺ ഫ്രം എ മിക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് അയൺ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അയൺ എന്ന് പറയുന്നത് അറിയാലോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അയൺ സോയിലിൽ ഉണ്ടായിരിക്കും, മണ്ണിൽ കലർന്നിട്ടുണ്ടാവും ഇരുമ്പിൻ്റെ അംശം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയണൊക്കെ എവിടെ പറ്റിപ്പിടിക്കും? ഈ മാഗ്നറ്റിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് ചോദ്യം. നമുക്കപ്പോൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച സാധനമൊക്കെ സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയൺ സോയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് മണൽ തന്നിട്ട് അല്ലെങ്കിൽ മണ്ണ് തന്നിട്ട് അതിൽ നിന്ന് അയൺ സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. ബൈ യൂസിങ് എ മാഗ്നറ്റ് വി ക്യാൻ സെപ്പറേറ്റ് അയൺ ഫ്രം എ മിക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് അയൺ. കണ്ടോ? അപ്പോൾ മണ്ണും ഇരുമ്പും കൂടിയിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഇരുമ്പിൻ്റെ പൊടിയും കൂടി മിക്സ് ആയിട്ടാണെങ്കിൽ നമ്മളൊരു മാഗ്നറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ പൊടിയൊക്കെ എവിടെ വന്ന് പറ്റിപ്പിടിക്കും? മാഗ്നറ്റിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ആണ്. ഡു ഓൾ മാഗ്നറ്റ്സ് ഹാവ് ദ സെയിം ഷേപ്പ്? എല്ലാ മാഗ്നറ്റിനും ഒരേ ഷേപ്പാണോ? അല്ല അല്ലേ. നമുക്കിവിടെ കാണാം, കണ്ടല്ലോ, ഹോർഷൂ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡിൽ, ഓവൽ മാഗ്നറ്റ്, യു മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ് പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സിൻ്റെ പേരൊന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തത് നോർത്ത് ആൻഡ് സൗത്ത്.
അറിയാലോ, നോർത്തും സൗത്തും. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. നമുക്കറിയാം ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. ഡു ദീസ് പോൾസ് ഹാവ് എനി അതർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ഈ പോൾസിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് ഇവിടെയാണ്, മാഗ്നറ്റിക് പോൾസ് എന്താണെന്നുള്ളത്. അതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം, ഒരു എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. അത് ചെയ്യാൻ നമുക്കൊരു സ്റ്റാൻഡ്, ത്രെഡ്, ബാർ മാഗ്നറ്റ് ആവശ്യമാണ്. എന്നിട്ട് ടൈ ത്രെഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ബാർ മാഗ്നറ്റ് ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രീലി as shown in the figure. നമ്മളോട് ബാർ മാഗ്നറ്റിൻ്റെ മിഡിലായിട്ടൊരു ഒരു ത്രെഡ് ടൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ആ മാഗ്നറ്റിൻ്റെ ഇതുപോലെ ഫ്രീ ആയിട്ട് താഴോട്ട് വിടാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെൻ ദ മാഗ്നറ്റ് കം ടു റെസ്റ്റ് വിച്ച് ഡയറക്ഷൻ ടു ദ പോൾസ് പോയിന്റ് ടു? നമ്മളിപ്പോൾ ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണത്, വെറുതെ ഫ്രീ ആയിട്ടാണ് അത് ആടിക്കൊണ്ടിരിക്കുന്നത്. അത് അനങ്ങാതെ, ആടുമ്പോൾ അത് അങ്ങനെ ആടുന്നുണ്ട്, അതിനുശേഷം അത് റെസ്റ്റിലേക്ക് വരുമല്ലോ, അത് അനങ്ങാതെ നിൽക്കുമല്ലോ. അനങ്ങാതെ നിൽക്കുമ്പോൾ അത് ഏത് ഡയറക്ഷൻ കാണിച്ചു തരും എന്നാണ് ചോദ്യം. നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും നമുക്ക് ഏത് ഡയറക്ഷനാണ് കാണിച്ചു തരിക? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ മാഗ്നറ്റ്. കണ്ടല്ലോ, നോർത്ത് പോളും സൗത്ത് പോളും. ഇനി ഈ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് പോയിന്റ്സ് ടുവാർഡ്സ് ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള മാഗ്നറ്റ്, ഒരു വെറുതെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരും. ദെൻ ക്യാൻ വി യൂസ് ദിസ് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ? നമുക്ക് മാഗ്നറ്റിൻ്റെ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ, ദിശകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇതിൽ നമുക്കിപ്പോൾ നമ്മൾ മാഗ്നറ്റിക് പോൾസ് നോക്കി, ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാവും. നോർത്ത് പോൾ N എന്ന ലെറ്ററിലും സൗത്ത് പോൾ S എന്ന ലെറ്ററിലുമാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻസ് ഇഫ് എ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്? ഒരു മാഗ്നറ്റ് രണ്ടായി പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് 2 പുതിയ മാഗ്നറ്റായി മാറും കേട്ടോ. ദീസ് പീസസ് ബിക്കം 2 സ്മോൾ മാഗ്നറ്റ്സ്. ഇനി നമുക്ക് മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കുന്നതാണ്. In the past, people who traveled across the sea and desert used many methods to find the direction. They used to depend on the pole star and other constellation for this. പണ്ട് കാലത്ത് ആൾക്കാർ കടൽ മാർഗം ട്രാവൽ ചെയ്യുന്നതായിരുന്ന ആൾക്കാർ, മരുഭൂമിയിലൂടെ പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ദിശ അറിയാൻ, ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്നുമില്ലെങ്കിൽ അവർ നക്ഷത്രം, നമുക്കൊരു പോൾ സ്റ്റാർ ഉണ്ട്, ആ നക്ഷത്രം എവിടെയാണെന്ന് നോക്കിയിട്ട് ഇവർ ട്രാവൽ ചെയ്യുമായിരുന്നു. പിന്നെ കോൺസ്റ്റലേഷനുകൾ നോക്കുമായിരുന്നു. ആകാശത്തെ നക്ഷത്ര കൂട്ടമാണ് കേട്ടോ കോൺസ്റ്റലേഷൻ. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഇവർ ദിശ അറിയുമായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു. അതിനുശേഷമാണ് കാന്തം കണ്ടുപിടിക്കുന്നത്, മാഗ്നറ്റിൻ്റെ കണ്ടുപിടുത്തം. ആഫ്റ്റർ ഐഡൻറ്റിഫൈയിങ് ദി സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്സ്, ഫൈൻഡിങ് ഡയറക്ഷൻസ് ബിക്കം ഈസിയർ. അപ്പോൾ ഈ മാഗ്നറ്റിന് ഇങ്ങനെ കോമ്പസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഡയറക്ഷൻ അറിയാൻ കുറച്ചുകൂടി ഈസി ആയി. ഓക്കെ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ഡിഡ് ദേ മേക്ക് യൂസ് ഓഫ്? അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, മാഗ്നറ്റിക് കോമ്പസ് ആണ് നമ്മളതിന് യൂസ് ചെയ്യുക. അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. എ മാഗ്നറ്റിക് കോമ്പസ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസസ് എ മാഗ്നറ്റ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഡയറക്ഷൻ അറിയും? മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തറിയാം? ഡയറക്ഷൻ അറിയാം. ഗെറ്റ് എ മാഗ്നറ്റിക് കോമ്പസ് ഫ്രം ദി സയൻസ് ലാബ് യൂസിങ് ദിസ് ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ ഡോർ ഓഫ് യുവർ ക്ലാസ് റൂം. നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിൽ നിന്ന് മാഗ്നറ്റിക് കോമ്പസ് കിട്ടുകയാണെങ്കിൽ അത് എടുത്തിട്ട് വന്നിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ നിങ്ങൾക്ക് മാഗ്നറ്റിക് കോമ്പസ് വെച്ച് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്കതിന് വേണ്ടത് മാഗ്നറ്റ്, നീഡിൽ, ത്രെഡ്, കോർക്ക്, ഇത്രയും സാധനങ്ങൾ വേണം. എന്നിട്ട് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ്. നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും കാണിക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. ദിസ് ഈസ് ദ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളോട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് അവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മാഗ്നറ്റ് എടുക്കുക, അതിന് ഫ്രീ ആയിട്ട് താഴത്തേക്ക് ഇതുപോലെ സസ്പെൻഡ് ചെയ്യുക, ഒരു ത്രെഡിൽ ഇട്ടിട്ട് ഫ്രീ ആയി തൂക്കുക. പ്ലേസ് അനദർ ബാർ മാഗ്നറ്റ് ഇൻ ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ബിലോ ദിസ് മാഗ്നറ്റ്. എന്നിട്ട് അതിൻ്റെ താഴെ വേറൊരു മാഗ്നറ്റ് വെക്കുക ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ. ഓക്കെ, ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദ സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിന്റ് നൗ? ഇപ്പോൾ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഈ തൂങ്ങിക്കിടക്കുന്ന മാഗ്നറ്റ്
എന്താ പറയുക, നിങ്ങൾക്ക് കാണിച്ചു തരിക, ഏത് ഡയറക്ഷൻ കാണിച്ചു തരും. ഇങ്ങനെ നിങ്ങൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നോക്കുക. ഡസ് ഇറ്റ് അഗൈൻ കം ബാക്ക് ടു ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തന്നെ ആ മാഗ്നറ്റ് തിരിച്ച് കാണിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് അവർ നൗ റിമൂവ് ദ മാഗ്നറ്റ് പ്ലേസ്ഡ് ബിലോ, എന്നിട്ട് താഴെ വെച്ചിരിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ താഴെ വെച്ച മാഗ്നറ്റിനെ എടുത്തു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എഗൈൻ ഈ പരീക്ഷണം ചെയ്തു നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് റീസൺ അവർ പറയുന്നുണ്ട്. ജിയോ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആൻസർ വരും. ദ എർത്ത് ആക്ട്സ് എസ് എ മാഗ്നറ്റ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്താ ഈ നോർത്ത് സൗത്തിലേക്ക് ഇത് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ആണ് കേട്ടോ. എർത്ത് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, നമ്മുടെ ഭൂമി. ദിസ് ജിയോ മാഗ്നറ്റ്, എർത്തിനെയാണ് ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ജിയോ മാഗ്നറ്റ് ഹാസ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ ഭൂമിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കുന്നത് അല്ലേ. ഭൂമി നമ്മളെ അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നതെല്ലാം. ദ പോൾസ് ഓഫ് ദ എർത്ത്, നമുക്ക് ഭൂമിയിൽ ടച്ച് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ദ പോൾസ് ഓഫ് ദ എർത്ത് മാഗ്നറ്റ് ആർ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതേപോലെ നമ്മുടെ ഭൂമിയിൽ നമുക്കറിയാം ധ്രുവങ്ങളുണ്ട്, പോൾസ് ഉണ്ട്. അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. നമുക്ക് മാപ്പും ഗ്ലോബും ഒക്കെ നോക്കിയത് മനസ്സിലാവും. ദ നോർത്ത് പോൾ ഓഫ് ദ എർത്ത് ഈസ് ദ സൗത്ത് പോൾ ഓഫ് ദ ജിയോ മാഗ്നറ്റ്. അപ്പോൾ ഭൂമിയുടെ നോർത്ത് പോൾ എന്ന് പറയുന്നത് നമ്മളൊരു മാഗ്നറ്റ് എടുത്താൽ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ആയിരിക്കും. ദ സൗത്ത് പോൾ ഓഫ് ദ എർത്ത് ഈസ് ദ നോർത്ത് പോൾ ഓഫ് ദ ജിയോ മാഗ്നറ്റ്. എർത്തിൻ്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ആയിരിക്കും. സോ അത് അട്രാക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ദാറ്റ്സ് വൈ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് പോയിന്റ്സ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതുകൊണ്ടാണ് വെറുതെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാഗ്നറ്റ് എപ്പോഴും നമുക്ക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഭൂമിയുടെ നോർത്ത് മാഗ്നറ്റിന്റെ സൗത്ത്. ഓക്കെ, ഭൂമിയുടെ സൗത്ത് മാഗ്നറ്റിന്റെ നോർത്ത്, ഓപ്പോസിറ്റ് ആണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രോപ്പർട്ടിയാണ് അടുത്ത് വരുന്നത്. മാഗ്നറ്റിന് അട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, റിപ്പൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ വെൻ മാഗ്നറ്റ്സ് കം ക്ലോസർ എന്നുള്ളതിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡു മാഗ്നറ്റ്സ് അട്രാക്ട് ഈച്ച് അതർ? വാട്ട് ഇസ് യുവർ ഗസ്? മാഗ്നറ്റുകൾ തമ്മിൽ ആകർഷിക്കുമോ? അട്രാക്ട് ചെയ്യുക പറഞ്ഞാൽ ഒരുമിച്ച് വരിക കേട്ടോ, കൂടിച്ചേരുക എന്നുള്ളതാണ് ആകർഷണം. ടേക്ക് 2 ബാർ മാഗ്നറ്റ്സ് വിത്ത് ദെയർ പോൾസ് മാർക്ക്ഡ്. 2 ബാർ മാഗ്നറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റ് എടുക്കുക. 2 എണ്ണം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിച്ച് നോക്കുക അല്ലേ. അതായത് ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, പ്ലേസ് 1 മാഗ്നറ്റ് ഓൺ എ ടേബിൾ, പ്ലേസ് 1 പോൾ ഓഫ് ദ അതർ മാഗ്നറ്റ് ഓൺ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ മാഗ്നറ്റ് ഓൺ ദ ടേബിൾ. അറ്റ് വിച്ച് റീജിയൻ ഡു ദേ അട്രാക്ട്? അപ്പോൾ എങ്ങനെയാണ് നോർത്തും അട്രാക്ട് ചെയ്യുമോ അതോ നോർത്ത് സൗത്തും അട്രാക്ട് ചെയ്യുമോ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ആൻസർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മൾ 2 ബാർ മാഗ്നറ്റ് എടുത്തു. സൗത്തും അടുത്ത് വരുന്ന പോലെ വെച്ചാൽ ഇതൊരിക്കലും അട്രാക്ട് ചെയ്യില്ല. ഇത് റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുക പറഞ്ഞാൽ അകന്ന് പോവും. അതിൻ്റെ മലയാളം വേർഡ് വികർഷണം എന്നാണ് കേട്ടോ. ഒരിക്കലും അടുത്ത് വരില്ല, ഇവർ കൂടി ചേരില്ല, ഇവർ അകന്ന് പോവും. അത് റിപ്പൽസ്. സൗത്തും നോർത്തും അടുത്തടുത്ത് വന്നാൽ അവർ അട്രാക്ട് ചെയ്യും. ഓക്കെ, ആകർഷിക്കും. നോർത്തും വന്നാലും അവർ റിപ്പൽ ചെയ്യും. നോർത്തും സൗത്ത് വന്നാലോ അവർ അട്രാക്ട് ചെയ്യും. അപ്പം നമുക്ക് അടുത്തത് എന്താണ് അട്രാക്ഷൻ, എന്താണ് റിപ്പൽഷൻ എന്ന് നോക്കാം. ദി സെയിം പോൾസ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ് ആർ കാൾഡ് ലൈക്ക് പോൾസ്. അപ്പം നോർത്ത് പോളും സെയിം ആയിട്ടുള്ള പോളുകളാണ്, സെയിം ധ്രുവങ്ങളാണ്. അതിനെ നമ്മൾ ലൈക്ക് പോളുകൾ എന്ന് പറയും. അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഡിഫറെൻറ്റ് പോൾസിന് നമ്മൾ അൺലൈക്ക് പോളുകൾ എന്ന് പറയും. നോർത്തും സൗത്തും അടുത്തടുത്ത് വന്നാൽ അത് അൺലൈക്ക് പോളാണ്. ഓക്കെ, ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യും. അതായത് ഒരിക്കലും അവർ നമുക്ക് 2 മാഗ്നറ്റ് എടുത്ത് നമ്മൾക്ക് കൂട്ടി മുട്ടിക്കാൻ നോക്കിയാൽ നോർത്തും അടുത്തടുത്ത് വന്നത് മുട്ടില്ല, സൗത്തും അടുത്തടുത്ത് വന്നത് മുട്ടില്ല. ഇതിങ്ങനെ അകന്ന് പോകും. ഓക്കെ, അപ്പോൾ ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. ആ പ്രോപ്പർട്ടി ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചിത്രം കണ്ടോ, ഇതിൽ ആദ്യത്തെ ഈ പിക്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ റിപ്പൾഷനാണ് നടക്കുക കേട്ടോ. സൗത്തും അടുത്ത് വന്നാൽ ഇതെന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. ബട്ട് ഇതിലോ, ഇവിടെ ഇത് അട്രാക്ട് ചെയ്യും. കണ്ടോ, 2 വ്യത്യസ്തമായിട്ടുള്ള പോൾസ് അല്ലേ, ഇവർ അട്രാക്ട് ചെയ്യും. റെഡി? ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് ആണ്. ഇനി മാഗ്നറ്റിന് നമുക്ക് എന്തുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ 2 പ്രോപ്പർട്ടി അവർ തന്നിട്ടുണ്ട്. എ മാഗ്നറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഒരു മാഗ്നറ്റ് വേറെ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യും, ആകർഷിക്കുന്നു, അട്രാക്ട് ചെയ്യും. ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. എ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. അടുത്ത പോയിന്റ്, ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട്.
A freely suspended magnet shows north-south direction. The force of attraction of a magnet is greater at its poles than in the middle. ഇത്രയാണ് പോയിന്റ്സ്. ഇനി നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതാട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇറ്റ് ഹാസ് 2 poles നോർത്ത് ആൻഡ് സൗത്ത് എന്ന് എഴുതാം. നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ടെന്നൊക്കെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ദ ഹിസ്റ്ററി ഓഫ് മാഗ്നറ്റ് ആണ് നോക്കാം. About 2500 years ago, there was a place called Magnesia in Greece, and there lived a shepherd named Magnus. Okay, 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലൊരു സ്ഥലമുണ്ട് മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു ആട് മേയ്ക്കുന്ന ഒരു കുട്ടി ഷെപ്പേർഡ് ജീവിച്ചിരുന്നു. അവൻ്റെ പേരെന്താ? മാഗ്നസ് എന്നാണ്. One day he was resting, keeping his iron-tipped staff on a rock. ഒരു ദിവസം അവൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ കുത്തി വെക്കുന്ന സംഭവം വടി അതവൻ ആ റോക്കിൽ അങ്ങനെ വെക്കും, കുത്തി വയ്ക്കും. ആഫ്റ്റർ റെസ്റ്റിംഗ് വെൻ ഹി ട്രൈ ടു പിക്ക് അപ്പ് ഹിസ് സ്റ്റാഫ് ഫ്രം ദി റോക്ക്, അപ്പോൾ റെസ്റ്റ് കഴിഞ്ഞിട്ട് അവൻ എണീക്കാൻ നേരത്തെ ആ ഒരു വടി അത് എടുക്കാൻ വേണ്ടി അവൻ നോക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് വരില്ല, അത് പൊങ്ങുന്നില്ല, അതെവിടെയോ ഒട്ടി നിൽക്കുന്ന പോലെ. ഹിയറിങ് ദിസ് ഓൾ ദ വില്ലേജ്, അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഈ എക്സ്പീരിയൻസ് സ്ട്രേഞ്ച് ആയിട്ട് ഇവന് തോന്നി, വിചിത്രമായിട്ട് ഇവന് തോന്നി. ഇതിനെക്കുറിച്ച് ആളുകളൊക്കെ അറിയും. ഹിയറിങ് ദിസ് ഓൾ ദ വില്ലേജസ് റഷ്ഡ് ടു ദി സ്പോട്ട്. ഇത് കേട്ട് എല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് എത്തും. ഇതാണ് ആ സ്റ്റാഫ് എന്ന് പറയുന്ന സാധനം കേട്ടോ. മൈ അയൺ ടിപ്പഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ അയൺ ആണ് ഇതിൻ്റെ ടിപ്പിലുള്ളത്. ഇതിവിടെ റോക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് സംഭവിച്ചത്. പിന്നെ അവൻ വേറൊരു ഇൻസിഡൻറ്റും കൂടി അവിടെ പറയുന്നുണ്ട്. ദ അയൺ നെയിൽസ് ഇൻ മൈ ബൂട്ട്സ് ആർ ഓൾസോ സ്റ്റക്ക് ടു ദി റോക്ക്. കണ്ടല്ലോ, അവൻ്റെ ചെരുപ്പ് ബൂട്ടിലുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ ആണികളുണ്ടല്ലോ അതും ആ ഒരു കല്ലിൽ ഉറച്ചിരിക്കുന്നു, അതും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾക്കാരെന്താ പറയണേ? ദിസ് മസ്റ്റ് ബി എ മാജിക്കൽ റോക്ക്. ഓ, ഇത് എന്തോ മാജിക്കൽ റോക്കാണ്, ഈ കല്ലിന് എന്തോ മാജിക്കൽ പവർ ഉണ്ട്. നോ, ദർ മസ്റ്റ് ബി സം അതർ റീസൺ, സം കൈൻഡ് ഓഫ് ഇൻവിസിബിൾ പവർ. ചിലർ പറയും ഇല്ലില്ല, ഇതിനെന്തോ വേറെ എന്തോ ഒരു റീസൺ ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ പവർ ഉണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും വരും. പക്ഷെ ഇതിൻ്റെ റിയൽ റീസൺ എന്ന് പറയണത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റുമായിട്ടുള്ള ബന്ധമാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ലേറ്റർ സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ദ റിയൽ റീസൺ ബിഹൈൻഡ് ദിസ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റുമാർ ഇതിനുള്ള റീസൺ കണ്ടുപിടിച്ചു. സച്ച് റോക്സ് വുഡ് നോട്ട് ഓൺലി അട്രാക്ട് ദ ഷെപ്പേർഡ് സ്റ്റാഫ് ബട്ട് ഓൾസോ ഓൾ അതർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇങ്ങനെയുള്ള കല്ലുകൾ ഈ ഷെപ്പേർഡിൻ്റെ വടിയോ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ആ ബൂട്ടിൻ്റെ നെയിലോ അത് മാത്രമല്ല അട്രാക്ട് ചെയ്യുക, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലെ എല്ലാം അട്രാക്ട് ചെയ്യുന്ന റോക്കാണ് അതെന്ന് കണ്ടുപിടിച്ചു. ദർ ആർ മൗണ്ടെയിൻസ് ഹാവിങ് സച്ച് റോക്സ് വിത്ത് മാഗ്നറ്റിക് പവർ ഇൻ മെനി പ്ലേസസ് ഓൺ എർത്ത്. ഭൂമിയിൽ ഇതുപോലെ ഒരുപാട് മൗണ്ടെയിൻസിലെ കല്ലുകളിൽ ഇതുപോലെ മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. ഈ റോക്കുകളെയാണ് എന്തെന്ന് പറയുക? ലോഡ് സ്റ്റോൺസ് എന്ന് പറയുക. ലോഡ് സ്റ്റോൺസ് ആണ് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല പോയിന്റ് ആണ്. നാച്ചുറൽ മാഗ്നറ്റിൻ്റെ പേരെന്താ? ലോഡ് സ്റ്റോൺസ്. ഓക്കെ, ഇനി നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്, ടെമ്പററി മാഗ്നറ്റും ഉണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പെർമനൻറ്റ് മാഗ്നറ്റിന് മാഗ്നറ്റിക് പവർ ഒരിക്കലും നഷ്ടപ്പെടില്ല. ബട്ട് ടെമ്പററി മാഗ്നറ്റ് അങ്ങനെയല്ല. ടെമ്പററി മാഗ്നറ്റ് ടെമ്പററി ആയിട്ട് മാത്രമേ നിൽക്കുള്ളൂ അതിൻ്റെ പവർ. ഇതിൽ കണ്ടല്ലോ, when a magnetic materials are placed in ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വെച്ചാൽ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കിട്ടും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്താലോ കാന്തത്തിൻ്റെ ഒരു ശക്തി അവിടെ നിന്ന് നമ്മൾ കാന്തം മാഗ്നറ്റ് എടുത്തു മാറ്റിയാൽ ആ സാധനങ്ങൾക്ക് മാഗ്നറ്റിക് പവർ നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ളതിന് ടെമ്പററി മാഗ്നറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. കണ്ടോ, ജെം ക്ലിപ്പ്, നെയില്, പിന്ന്, ഇതൊക്കെ അങ്ങനെയാണ്. നമ്മളൊരു സേഫ്റ്റി പിന്നൊക്കെ എടുത്തിട്ട് നമ്മളൊരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് മാഗ്നറ്റിക് പവർ വരും. പക്ഷെ നമ്മൾ ആ മാഗ്നറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പവർ നഷ്ടപ്പെടും. അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിപ്പോൾ ഒരു പിന്ന് മാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കില്ല. ബിക്കോസ് അതിന് ടെമ്പററി ആയിട്ടുള്ള മാഗ്നറ്റിക് പവറേ ഉള്ളൂ. ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ. ബട്ട് നാച്ചുറൽ മാഗ്നറ്റ് അങ്ങനെയല്ല. ഇത് ടെമ്പററിയുടെ ആൻസർ ആയിട്ട് എടുക്കാം നമുക്ക്.
നാച്ചുറൽ മാഗ്നറ്റിൻ്റെ ആൻസർ ആണ്, അതായത് പെർമനന്റ് മാഗ്നറ്റിൻ്റെ ആൻസർ ആണ്. ദ നാച്ചുറൽ മാഗ്നറ്റ് ലോൺസ്റ്റോൺ ആൻഡ് വേരിയസ് അതർ മാഗ്നറ്റ്സ് യു ബിക്കം ഫെമിലിയർ വിത്ത് ആർ ഓൾസോ പെർമനന്റ് മാഗ്നറ്റ്സ്. ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ് പെർസിസ്റ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കുറേ കാലം അങ്ങനെ നിൽക്കും, അത് നഷ്ടപ്പെട്ടു പോവില്ല പെട്ടെന്ന്. ഓക്കെ, ഇനി അടുത്തത് മാഗ്നറ്റിക് ഫോഴ്സ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ലെറ്റ്സ് ടെസ്റ്റ് ദി മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ഡോണ്ട് വീക്കൺ മീ, ഡസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഡിക്രീസ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് കാലങ്ങൾ കഴിയുമ്പോൾ, സമയം പോകുന്തോറും അത് കുറഞ്ഞു വരുമോ? വാട്ട് ഈസ് യുവർ ഗെസ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഈ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റീസൺസ് ആൻഡ് ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മാഗ്നറ്റ് തന്നിട്ടുണ്ട്. ഓ സേവ് മീ എന്ന് മാഗ്നറ്റ് പറയണു. എങ്ങനെ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് മാഗ്നറ്റിക് ഫോഴ്സ് നഷ്ടപ്പെടുന്നത്, ഒരു മാഗ്നറ്റിന് അതിൻ്റെ പവർ നഷ്ടപ്പെടുന്നത്? കണ്ടോ, വെൻ ഹീറ്റഡ് എന്ന് പറയുന്നു, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. വെൻ ഡംപ്ഡ് ടുഗെദർ, ഒരുമിച്ച് ഡംപ് ചെയ്യുമ്പോൾ, എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിയിടുമ്പോൾ നഷ്ടപ്പെടും. വലിച്ചെറിയുമ്പോൾ വെൻ ത്രോൺ. വെൻ ഹിറ്റ് ഹാർഡ് വിത്ത് എ ഹാമർ, ഒരു ചുറ്റിക കൊണ്ട് ഹിറ്റായിട്ട് അടിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി ടു റിട്ടൈൻ മാഗ്നറ്റിക് ഫോഴ്സ്, ഇനി നമുക്ക് ആ മാഗ്നറ്റിക് ഫോഴ്സ് തിരിച്ചു കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ്. ഇഫ് മാഗ്നറ്റ്സ് ആർ ഡംപ്ഡ് ടുഗെദർ കെയർലെസ്ലി വോണ്ട് ദേ ലോസ് ദെയർ മാഗ്നറ്റിക് ഫോഴ്സ് ലോസ് ക്വിക്ലി. ഹൗ ക്യാൻ ദിസ് പ്രോബ്ലം ബി സോൾവ്? ഒബ്സർവ് ദ പിക്ചർ. എങ്ങനെ നമുക്ക് അത് സോൾവ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പവർ റീഗെയിൻ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് വായിക്കാം. വെൻ ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ എ കോപ്പർ വയർ, നമ്മളൊരു കോപ്പർ വയറിലൂടെ, ചെമ്പ് കമ്പിയാണ് കോപ്പർ വയർ, അതിലൂടെ കറണ്ടിനെ കടത്തി വിടുകയാണ്. എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ക്രിയേറ്റഡ് അറൗണ്ട് ഇറ്റ് ആൻഡ് ദ നെയിൽ ബിക്കംസ് എ മാഗ്നറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ആ ഒരു നെയിൽ എന്തായി മാറും? മാഗ്നറ്റായിട്ട് മാറും. കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രമാണ് നെയിൽ എന്താവുന്നത്? മാഗ്നറ്റ് ആവുന്നത്. ദിസ് ഇസ് ഇലക്ട്രോമാഗ്നറ്റ്. ഇതിനെയാണ് നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുക. ഇറ്റ്സ് മാഗ്നറ്റിക് പവർ ഇസ് ടെമ്പററി. ഇതിൻ്റെ മാഗ്നറ്റിക് പവർ ടെമ്പററി ആയിരിക്കും, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രിക് കറണ്ട് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ നഷ്ടപ്പെടും. ആൻഡ് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് കട്ട് ഓഫ്, ദ ഇലക്ട്രോമാഗ്നറ്റ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പവർ. അപ്പോൾ കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രമാണ് ഈ ആണി, ഈ നെയിൽ എന്തായിട്ട് മാറുന്നത്? മാഗ്നറ്റായിട്ട് മാറുന്നത്. കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ നഷ്ടപ്പെടും, മാഗ്നറ്റിക് പവർ നഷ്ടപ്പെടും. ഓക്കെ, ഇനി അടുത്തത് മാഗ്നറ്റ്സ് ഇൻ ഡെയിലി ലൈഫ് ആണ്. വാട്ട് ആർ ദ ഡെയിലി ലൈഫ് സിറ്റുവേഷൻ വെർ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ്? നമ്മൾ ഈ സ്പീക്കേഴ്സ് ആൻഡ് ലൗഡ് സ്പീക്കേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ്, മാഗ്നറ്റിക് കോമ്പസ്, പിന്നെ കുറേ വസ്തുക്കളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് എഴുതാവുന്നതാണ്. കണ്ടല്ലോ, ഇതിലെല്ലാം നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻവെൻഷൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് ലൈഫ്, ഇത് കണ്ടല്ലോ, ഈ ഇൻവെൻഷനിലെല്ലാം മാഗ്നറ്റിൻ്റെ എന്തുണ്ട്? പ്രസൻസ് ഉണ്ട്. MRI സ്കാനിങ്ങിൽ മാഗ്നറ്റിക് സ്ട്രിപ്സ് ഇൻ ദി ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്, അതുപോലെ തന്നെ മാഗ്ലവ് ട്രെയിനിലെല്ലാം എന്താണ്? മാഗ്നറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കേട്ടോ, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. അതിൽ അത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സേ ഉള്ളൂ. മോസ്റ്റ്ലി അതിൽ എക്സ്പെരിമെൻറ്റ്സ് ആണ് വരുന്നത്. എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നമുക്ക് ലെറ്റസ് ആൻസേഴ്സ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? ആൻസർ അയൺ നെയിൽ. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ദ മാഗ്നറ്റിക് പവർ ഈസ് ലോ അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് എ ബാർ മാഗ്നറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, during carpentry work at home, some iron nails have fallen into the sawdust. Can you suggest an easy method to separate these nails? അപ്പോൾ ഒരു ആശാരിപ്പണി നടക്കുന്ന ഒരു വീട്ടിൽ അപ്പോൾ കുറച്ച് ആണികൾ താഴെ വീണു, സോഡസ്റ്റിൽ വീണു. അപ്പോൾ നമ്മൾ എങ്ങനെ ആണികൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമെന്നാണ് ചോദ്യം. An easy method to separate the iron nails from the sawdust is to use a magnet. ഒരു മാഗ്നറ്റ് ഉപയോഗിക്കുക. The magnet will attract and pick up the iron nails, leaving the sawdust behind. മാഗ്നറ്റ് ഒരിക്കലും സോഡസ്റ്റിനെ എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. മാഗ്നറ്റ് ആ നെയിൽസിനെ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ദ മാർക്ക്
indicating the pole of a magnet is missing, suggest some methods to find out the poles. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിന് നോർത്ത് സൗത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും, NS എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു മാഗ്നറ്റ് കിട്ടി, പക്ഷെ അതിൽ ഈ പോൾസ് മാർക്ക് ചെയ്തിട്ടില്ല, ഇത് എഴുതിയിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പോൾസ് കണ്ടുപിടിക്കുക? കുറേ മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ്, യൂസിങ് അനദർ നോൺ മാഗ്നറ്റ് ബ്രിങ് എ മാഗ്നറ്റ് ക്ലോസ് ടു ദി അൺമാർക്ക്ഡ് മാഗ്നറ്റ്. ദ എൻഡ് ഓഫ് ദ അൺമാർക്ക്ഡ് മാഗ്നറ്റ് ദാറ്റ് ഇസ് അട്രാക്റ്റഡ് ടു ദ നോർത്ത് പോൾ ഓഫ് ദ നോൺ മാഗ്നറ്റ് ഈസ് നോൺ എസ് സൗത്ത് പോൾ ആൻഡ് ദ എൻഡ് ദാറ്റ് ഇസ് റിപ്പൽഡ് ഈസ് ദ നോർത്ത് പോൾ. അപ്പോൾ നമുക്കറിയാം നോർത്ത് പോളും ആണ് അടുത്തടുത്ത് വരുന്നെങ്കിൽ അത് ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല, അതിങ്ങനെ വിട്ട് വിട്ട് വരും, റിപ്പൽ ചെയ്യും. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ പോൾസ് ഏതൊക്കെയാണെന്നുള്ളത്. അടുത്തത്, യൂസിങ് എ കോമ്പസ് ഉപയോഗിച്ചിട്ട് സസ്പെൻഡ് ദ അൺമാർക്ക്ഡ് മാഗ്നറ്റ് ഫ്രീലി, അലോ ഇറ്റ് ടു കം ടു റെസ്റ്റ്. നമുക്ക് അൺമാർക്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റ് ഇങ്ങനെ തൂക്കിയിടുക. അപ്പം നമുക്കറിയാം ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും നമുക്ക് ഏത് ഡയറക്ഷൻ കാണിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കും അല്ലേ? അങ്ങനെ. യൂസിങ് അയൺ ഫില്ലിങ്സ്, ഇല്ലെങ്കിൽ ഇരുമ്പ് പൊടി, സ്പ്രിങ്കിൾ അയൺ ഫില്ലിങ്സ് അറൌണ്ട് ദി മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും ഇരുമ്പിൻ്റെ ഫില്ലിങ്സ് സ്പ്രിങ്കിൾ ചെയ്യുക. ദ ഫില്ലിങ്സ് വിൽ ക്ലസ്റ്റർ മോസ്റ്റ് ഡെൻസ്ലി അറ്റ് ദ പോൾസ്. ആ ഫില്ലിങ്സ് എവിടെ അടിയുള്ളൂ പോയിട്ട് അടിഞ്ഞു കൂടുന്നത് എപ്പോഴും പോൾസിലായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി അടുത്ത ഫിഗർ, ഒബ്സർവ് ദ ഫിഗേഴ്സ് ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു അട്രാക്ഷൻ ഒക്യൂർ, ഇൻ വിച്ച് സിറ്റുവേഷൻ റിപ്പൾഷൻ. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ ആദ്യത്തെ ഫിഗറിൽ അട്രാക്ഷൻ ആണ്, സൗത്തും നോർത്തും അടുത്ത് വരും. അടുത്ത സൗത്തും അടുത്ത് വന്ന റിപ്പൾഷൻ ആണ്. ഇവിടെ നോർത്തും ആയതുകൊണ്ട് റിപ്പൾഷൻ ആണ്, ഇവിടെ നോർത്തും സൗത്തും അടുത്ത് വന്നുകൊണ്ട് അട്രാക്ഷൻ. ഈ രണ്ട് ഫിഗറിൽ നമുക്കത് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് തിരിക്കണം. കണ്ടോ, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നടുവിൽ നമുക്ക് എന്തില്ല, ഈ പറയുന്ന മാഗ്നറ്റിക് പവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു ആൻസർ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതിനില്ലാത്ത കേട്ടോ ആൻസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കീ ഓഫ് എ വെഹിക്കിൾ ഹാസ് ഫോളൺ ഇൻ ടു ദ ക്രാക്ക് ഓഫ് എ സ്ലാബ് ഓൺ ദ റോഡ്, ഇറ്റ് കാൻ ബി ടേക്കൺ ഔട്ട് വിത്ത് ഹാൻഡ്സ്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ചാവി എന്ത് ചെയ്തു? റോഡിൽ സ്ലാബിൻ്റെ ആ ഒരു പൊട്ടലിൻ്റെ ഉള്ളിലേക്ക് വീണു. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ടേക്ക്, നമ്മുടെ കൈ അതിനുള്ളിലേക്ക് കൊള്ളുന്നില്ല, കൈ വിട്ടത് എടുക്കാൻ പറ്റുന്നില്ല. യു ക്യാൻ സീ ദ കീ ത്രൂ ദ ക്രാക്ക് ഓഫ് ദ സ്ലാബ്. പക്ഷെ നമുക്ക് ആ സ്ലാബിൻ്റെ പൊട്ടലിലൂടെ നമുക്ക് ആ കീ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് കൈയിട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് മെത്തേഡിലൂടെ അത് പുറത്തെടുക്കാം? ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ഗെറ്റ് ദ കീ വിത്തൗട്ട് റിമൂവിങ് ദ സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2-3 മെത്തേഡ് ഉപയോഗിക്കാം. അറ്റാച്ച് എ സ്ട്രോങ് മാഗ്നറ്റ് ടു ദ എൻഡ് ഓഫ് എ ലോങ് സ്റ്റിക്ക് ഓർ സ്ട്രിങ്. ഒരു വലിയ വടിയുടെയോ ഒരു സ്ട്രിങ്ങിൻ്റെയോ അറ്റത്തൊരു മാഗ്നറ്റ് അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ആ കീനെ അത് അട്രാക്ട് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഇഫ് ദ കീ ഈസ് മെയ്ഡ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ലൈക്ക് അയൺ ആൻഡ് ഓർ സ്റ്റീൽ, യൂസ് എ മാഗ്നറ്റ് ടു റിട്രൈവ് ദ ഫോളൻ കീ, ദ മാഗ്നറ്റ് വിൽ അട്രാക്ട് ദ കീ. ഇനിയിപ്പോൾ സെയിം സംഭവം തന്നെയാണ്, അയൺ ഓർ സ്റ്റീൽ വെച്ചുണ്ടാക്കിയ കീ ആണെങ്കിൽ മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചാൽ അത് അട്രാക്ട് ചെയ്തോളും, കുറച്ച് സ്ട്രോങ് മാഗ്നറ്റ് ആണെങ്കിൽ. സ്ലോലി ലിഫ്റ്റ് ദ സ്റ്റിക്ക് ഓർ സ്ട്രിങ് വിത്ത് ദ അറ്റാച്ച്ഡ് മാഗ്നറ്റ് ആൻഡ് ദ കീ. എന്നിട്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ആ സ്റ്റിക്കോ സ്ട്രിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് ആ മാഗ്നറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ, ആ കീനെ പുറത്തെടുക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാവുന്നതാണ്, അതിനെ എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ആ കീ ആ ക്രാക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരിക. നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് അതിലുള്ളത് കൊണ്ടാണ് എക്സ്പെരിമെൻറ്റ്സ് ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.